Hi viewers, welcome to Chirandivala. I am searching for something internet. Yes, you are traveling with a spider. ഏകദേശം ഒരു വർഷത്തോളം ആകാറായി നമ്മൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ശരിക്കും ഞാനിപ്പോൾ ഇടുന്ന കണ്ടന്റ്സ് ഒന്നും അത്ര എൻജോയ് ചെയ്തിരുന്നില്ല. ഡെഫിനറ്റ്ലി ഞാനൊരു മൂവി ലവറാണ്, മൂവീസാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഇഷ്ടമുള്ള കണ്ടന്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ വെച്ചു. അധികം വീഡിയോസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ചാനലിൽ മൂവീസിനെ കുറിച്ചുള്ള കോണ്ടന്റ് ആയിരിക്കും. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ റിവ്യൂസ്, ഇറങ്ങിയ സിനിമകളുടെ റിവ്യൂസ്, പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടുപോകുന്ന ചില സിനിമകൾ ആൾക്കാർക്ക് മെനക്കെടുത്തിക്കാതെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ആ കഥ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൂവി കൊള്ളാമോ, ഓർത്ത് വാച്ചണോ അല്ലെന്ന് പറയാം, ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർക്ക് പോയി കാണാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ്. അപ്പം അങ്ങനെ നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ 2025 മാർച്ച് 14 റിലീസ് ചെയ്തിട്ടുള്ള ഒരു തെലുഗു ജോണറിലുള്ള പടമാണ്. അതായത് തെലുഗു ലാംഗ്വേജിൽ ഇറങ്ങിയ പടമാണ്. അത് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു കോർട്ട് ഒരു വ്യക്തിയായിട്ട്, അതായത് കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്കോ ആക്ട് വരുന്ന ഒരു ഇയർ ഉണ്ട്. 2013-14 ഇയറാണ്, 12-13 ഇയറിലാണ് പോസ്കോ ആക്ട് വരുന്നത്. ഈ പോസ്കോ ആക്ട് വരുമ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങൾ കേരളത്തിലെ പല ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കത് അറിയാവുന്നതാണ്. കാരണം പാരന്റ്സിന് വെഞ്ചൻസ് തീർക്കാൻ കൂടി ഇത്തരം സിറ്റുവേഷൻസ് പാരന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. വിച്ച് മീൻസ് പാരന്റ്സ് ഇപ്പം ലവിലാണെങ്കിൽ കൂടി ഒരു 19 വയസ്സുകാരൻ തീർച്ചയായിട്ടും 15, 16, 17 വയസ്സുള്ള പെൺകുട്ടി പ്രണയിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് നേച്ചറിന്റെ ലോജിക്കലി പറയാൻ പറ്റില്ല. കാരണം ഒരു 2-3 വയസ്സ് താഴെയുള്ള ഒരാളോട് പ്രണയം തോന്നാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ലോ അത് ക്രൈമാണ്. അങ്ങനത്തെ ഒരു ക്രൈം സംഭവിക്കുന്നു, അതും വളരെ ദളിത് ഉപാധിയുടെ പേര് സംഭവിക്കുന്നു. അവരുടെ പാരന്റ്സ് ഉയർന്ന ഒരു ഫാമിലിയാണ്. ഞാനിപ്പോഴേ പറയാം, സ്റ്റോറി ഫുള്ള് ഞാൻ പറയുന്നില്ല, ഞാൻ ത്രെഡ് മാത്രമേ പറയുന്നത്. ഈ ഒരു മൂവി കാണണോ വേണ്ടെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു പേരൊക്കെ കേട്ടിടത്തോളം, സാഹചര്യം കേട്ടിടത്തോളം കാണാൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിയിട്ട് പോയി കാണാവുന്നതാണ്, അല്ലെങ്കിൽ 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലൊരു പയ്യനെ അത്തരം കേസിൽ പെടുത്തുന്നു, അവരുടെ ആവശ്യം പോലെ പൈസയുണ്ട്, അവർക്ക് എന്ത് വേണോ ചെയ്യാം, കോടതി വിലയ്ക്ക് വാങ്ങാം. സോ ഈ ഒരു പയ്യനെ പുറത്തെടുക്കാനായിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് വിവരമോ അറിവോ ഒന്നുമില്ല. ഇതിനിടയിലേക്ക് മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. ഈ കഥാപാത്രം ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേസാണത്. അദ്ദേഹം പലവട്ടം കേസുകൾക്ക് വേണ്ടി പിന്നാലെ എന്തെങ്കിലും കിട്ടാതെ ആദ്യമായിട്ടൊരു കേസ് എടുക്കുന്നു. ഈ കേസ് വിജയിക്കുന്നതിലൂടെ തന്റെ ജീവിതം മെച്ചപ്പെടുത്താമെന്ന് ഇദ്ദേഹം ചിന്തിക്കുന്നു. ഈ കേസിൽ എങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഒരു 19-കാരനായ ഒരു പയ്യൻ ദൈവത്തെ കാണും പോലെ ഈ വക്കീലിനെയും കോടതി മുറിയും കാണുന്നു. ഇവർക്കിടയിൽ നടക്കുന്ന പൊരിഞ്ഞ പോരാട്ടം, കോടതി മുറിയിൽ ഇവനോടൊപ്പം നിന്നുകൊണ്ടുള്ള, ഓപ്പോസിറ്റ് വക്കീലിനെതിരെ നിന്നുകൊണ്ടുള്ള ഈ കേസിലെ വക്കീലിന്റെ പൊരിഞ്ഞ പോരാട്ടമാണ് ഒരു വശത്ത്. മറുവശത്ത് ഒരു പ്രണയം, ഒരു ബ്യൂട്ടിഫുൾ ആയ പ്രണയമുണ്ട്. ഒരു ക്ലീശ പ്രണയമൊന്നുമല്ല, ഭയങ്കര പ്രണയമൊന്നുമല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എത്തിക്സ് ഒക്കെ തോന്നിക്കുന്ന, നമുക്ക് ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകാവുന്ന, ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കും ഒന്ന് റൊമാൻറ്റിക് ആയാൽ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ണർ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കൊള്ളാം, ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാം എന്നൊക്കെ ചിലപ്പോൾ തോന്നിച്ചേക്കാവുന്ന ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രണയം. പ്ലസ് ഈ പറയുന്ന സംഘടന മുഹൂർത്തങ്ങളും നെക്സ്റ്റ് എന്ത് സംഭവിക്കും, എന്തുണ്ടാവും, അതായത് സാധാരണക്കാരനായ പയ്യന് നീതി കിട്ടുമോ ഇല്ല എന്നുള്ളത് എന്നും ഇന്ത്യയിലെ ഒരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള കഥകളൊക്കെ വരുമ്പോൾ എപ്പോഴും ഓഡിയൻസ് ഒരു പാവപ്പെട്ട പയ്യന്റെ കൂടെ ആവാനാണ് സാധ്യത. അപ്പം ഡയറക്ടർ അത്തരം കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഓവറോൾ ഞാനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഈ പൈങ്കിളി സിനിമകളുടെ ഫാനൊന്നുമല്ല ഞാൻ. വിച്ച് മീൻസ് ലവ് മൂവീസ് ഒക്കെ അധികം കാണലിൽ എനിക്ക് കുറവാണ്. അതിപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ സീതാരാമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടം അടിപൊളിയെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കേട്ടിടത്തോളം അതിൽ അത്യാവശ്യം കരയുന്ന എലമെന്റ് ഉണ്ട്, പിന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, സിനിമ എത്ര മികച്ചതാണെങ്കിലും. അതുപോലെ ഇപ്പോൾ ഫോർ ഈവൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ ലാസ്റ്റ് ഇറങ്ങിയ ഗോട്ട് മൂവിക്കകത്ത് വളരെ ബ്രില്യൻ പെർഫോമൻസ് അദ്ദേഹം പുറത്തെത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, കാണേണ്ടതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു എന്റർടൈൻ കണ്ടന്റ് ആണ്. സംടൈംസ് അത് പോയിരുന്ന് കണ്ട് കരഞ്ഞ് കണ്ണ് നിറയത് തരത്തിലുള്ള കഥകൾ കാണുന്നതിനുള്ള വിഷമം കൊണ്ടാണ്. ഈ സിനിമകളൊക്കെയും വിജയമാണെന്നുള്ളത് വേറൊരു കാര്യമുണ്ട്. ഞാൻ കണ്ടാലോ കണ്ടിട്ടുള്ള വിജയമാണ്, ഞാൻ അതിനെ ഡിഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂവി, അല്ലെങ്കിൽ മോഹൻലാൽ ലാലേട്ടന്റെ ഏറ്റവും മികച്ചൊരു മൂവിയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അതുപോലും കാണാൻ ഇത്തിരി വിഷമം എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആക്ടിങ്ങും ആ കഥ പോകുന്ന രീതി കണ്ട ആൾക്കാർക്ക് അറിയാവുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ ഏഷ്യൻ മൂവീസിനും അവിടെ നിന്ന് ഇവിടുന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും ഇന്നും അത് കാണാനുള്ള ഒരു മടി എനിക്കുണ്ട്. പക്ഷെ ലവ് മൊത്തത്തിൽ ഒഴിവാക്കുന്നതാണ്, ഈ പ്രണയരംഗങ്ങളോട് താല്പര്യം. പക്ഷേ ഈ ഒരു മൂവിയിൽ ലവ് എന്ന് പറയുന്നത് അങ്ങനെ ബോറിംഗ് ആക്കുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ട് പഞ്ചസാര പാനീയത്തിൽ മുക്കിയതും അതിൽ തേനും ചക്കരയും പഞ്ചസാരയൊന്നുമല്ല. പക്ഷെ നമുക്ക് പ്യുവറായിട്ടും ഡിവൈനായിട്ടും തോന്നുന്ന ലവ്, ആ ലവ് കാരണം ചെറുപ്പക്കാരൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളിൽ നിന്ന് അവന് പുറത്തു കിടക്കാനായിട്ട് ദൈവമായിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു വലിയ അഡ്വക്കേറ്റ്, നന്നായിട്ട് പൈസയുള്ള, ഒരുപാട് വലിയ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ്. ആ അഡ്വക്കേറ്റിനൊപ്പം നിൽക്കുന്ന ക്ലയന്റ് എന്ന് പറയുന്നത് ഒരുപാട് പൈസയുള്ള, ആരെയും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ ചെറുപ്പക്കാരന് നീതി കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു വർത്തിയായിട്ടുള്ള സിനിമയാണ്. ഞാൻ എന്തായാലും ഇതിനൊരു 9 ഔട്ട് ഓഫ് 10 എന്തായാലും റേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കുക. പിന്നെ കുറച്ച് കാര്യം കൂടി പറയാം. സിനിമ ഒരു 4.5 കോടി ബഡ്ജറ്റിനാണ് പുറത്തിറങ്ങുന്നത്. 85 കോടി രൂപ അത് ഗ്രോസ്റ്റി കളക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതിലെ ലീഡിംഗ് ആക്ടേഴ്സിനെയും ക്രൂസിനെയും പറ്റിയിട്ട് ഞാനൊന്ന് വായിക്കാം. ഹർഷ് റോഷാണ് ഹീറോ, ദേവി ആപ്പലയാണ് ഹീറോയിനായിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി അറിയാവുന്ന ഒരാൾ രോഹിണി എന്ന് പറഞ്ഞ മാം അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിലൊക്കെ ഒരുപാട് പ്രിയദർശിനി ഉൾക്കൊണ്ടാണ് ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് ആക്ടർ വക്കീലിന്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏകദേശം സിനിമയുടെ ഒരു ഡീറ്റെയിൽഡ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാം ഒരു മൂവി ഇനി കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്താലാണ് ഞങ്ങൾക്ക് ആ മൂവി കാണണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക എന്നുള്ളത്. ബിക്കോസ് ഇതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ കഥകൾ പറഞ്ഞിട്ടുണ്ട് സിനിമകളുടെ, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു സിനിമ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ കാണണോ കാണണ്ടേ, അതിന്റെ എന്തൊക്കെ ആസ്പെക്ട്സ് പറഞ്ഞിട്ടാണ് കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കപ്പെടേണ്ടതെന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. പിന്നെ ഏതെങ്കിലും മൂവി നിങ്ങൾക്ക് ഇതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാം. എനിക്ക് സമയമുള്ളതുപോലെ അതെല്ലാം നോക്കിയിട്ട് ആ മൂവീസും കൂടി കണ്ടതിന് ശേഷം ഞാൻ അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു 1 ലൈനർ അല്ലെങ്കിൽ റിവ്യൂ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.